ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം രാജ്യമാകെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ചയായി മാറുന്നത് ദില്ലിയിൽ ഇടതുപക്ഷ പാർട്ടികൾ നടത്തിയ പ്രകടനം തന്നെയാണ്. ഇതാദ്യമായി തന്നെ CPIM-ഉം CPI-യും ഒക്കെ ദില്ലിയുടെ തെരഞ്ഞെടുപ്പ് ഗോതയിലിറങ്ങി. അവർ മാത്രമായിരുന്നില്ല, SUC അടക്കം ഉള്ള പാർട്ടികൾ, CPI ML അടക്കമുള്ള പാർട്ടികൾ മത്സരിച്ചിരുന്നു. ഏതായാലും റിസൾട്ട് വരുമ്പോൾ ഇവരുടെ പ്രവർത്തനവും ആം ആദ്മിയെ ബാധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല. പക്ഷേ ഇവർ ലാൻഡ് ചെയ്തിരിക്കുന്ന നോട്ടയ്ക്കും പിന്നിലാണ്. ഇനി വോട്ടിംഗ് ശതമാനത്തിലേക്ക് കടന്നാൽ CPM-ന് ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിഞ്ഞത് 0.01% വോട്ട്, CPI-ക്ക് 0.02% വോട്ടും നോട്ടയ്ക്ക് ലഭിച്ചത് 0.57% വോട്ട്. അതായത് നോട്ടയ്ക്കും പിന്നിലായിട്ടാണ് CPM-ഉം CPI-യും ലാൻഡ് ചെയ്തത്. ഇനി സ്ഥാനാർത്ഥികളിലേക്ക് നമുക്ക് പോകാം. അവർക്ക് കിട്ടിയ വോട്ടുകളുടെ എണ്ണം കൂടെ നോക്കാം. വികാസ്പുരി മണ്ഡലത്തിൽ മത്സരിച്ച മലയാളിയായ CPI-യുടെ സ്ഥാനാർത്ഥി ഷിജോ വർഗീസിന് ലഭിച്ചത് 618 വോട്ടാണ്. ഈ 618 പേരും ഇപ്പോഴും ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ബദൽപുരി മണ്ഡലത്തിൽ CPM സ്ഥാനാർത്ഥി ജഗദീഷ് ചന്ദിന് 367 വോട്ട് ലഭിച്ചു. ഇവിടെ ആം ആദ്മി ജയിക്കുകയും ചെയ്തു. ദ്വാരകയിൽ മത്സരിച്ച മറ്റൊരു മലയാളി കൂടി, 2 മലയാളികളാണ് പ്രധാനമായി മത്സരിച്ചത്. അതിലൊരു മലയാളി, ദ്വാരകയിൽ മത്സരിച്ച മലയാളി, അദ്ദേഹം CPM-ൻ്റെയോ CPI-യുടെ സ്ഥാനാർത്ഥി ആയിരുന്നില്ല. പകരം പീപ്പിൾസ് ഗ്രീൻ പാർട്ടി എന്നാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പേര്. 58 വോട്ട് നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു. തുളസീധരൻ എന്നാണ് സ്ഥാനാർത്ഥിയുടെ പേര്. ഇനി ആദർശ് നഗറിലേക്ക് എത്തുമ്പോൾ CPI സ്ഥാനാർത്ഥി സഞ്ജീവ് കുമാർ റാണയ്ക്ക് ലഭിച്ചത് 133 വോട്ടുകൾ. കാരവൽ നഗരത്തിൽ CPM-ന് 457, ഒക്ലയിൽ CPI 259. ഇതുകൂടാതെ മറ്റു ചില പാർട്ടികൾ കൂടി മത്സരിച്ചിരുന്നു. അതിലൊന്ന് BSP ആയിരുന്നു. BSPക്ക് ഇവരെക്കാളൊക്കെ വോട്ട് ശതമാനം കൂടുതൽ, 0.55%. അതായത് നോട്ടയ്ക്ക് തൊട്ട് താഴെയാണ് BSP നിൽക്കുന്നത്. നിതീഷ് കുമാറിന് JDU അടക്കമുള്ള പാർട്ടികൾ മത്സരിച്ചു. അവർക്കൊക്കെ ഈ നോട്ടയ്ക്ക് താഴെയാണ് അവരുടെ ഒരു ശതമാന കണക്ക്. ഏതായാലും ഒരുപക്ഷെ ഈ അരിവാൾ ചുറ്റിക നക്ഷത്രത്തെയൊക്കെ സ്നേഹിക്കുന്നവർക്ക് അവരുടെ പാർട്ടി ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ കഴിഞ്ഞു. അത്ര പേർ അവരുടെ പാർട്ടിയിൽ വോട്ട് ചെയ്തു. അതായത് ദില്ലിയുടെ മൊത്തം വോട്ടർമാരിൽ 0.01% പേർ വോട്ട് ചെയ്തു. നോട്ടയ്ക്കും താഴെയുള്ള ആളുകൾ അവർക്കുണ്ട് എന്നുള്ള കാര്യവും വ്യക്തമായി. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.